നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയ വിധി പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും ഉടലെടുത്ത അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ്. കോടതി വിധിയോട് ഒരു വിഭാഗം ശക്തമായ അമർഷം പ്രകടിപ്പിക്കുമ്പോൾ നീതിയും നിയമവ്യവസ്ഥയും ഉയർത്തിപ്പിടിച്ച നിലപാടാണ് മറുവശത്തുയരുന്നത്. ഈ വിഷയത്തിൽ സിനിമാ മേഖലയിലെ പ്രമുഖർ പോലും രണ്ടു ചേരിയായി തിരിഞ്ഞു കഴിഞ്ഞു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ കോടതി വിധിയോടുള്ള അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ നിലപാടുകൾക്ക് മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായ വിധി വന്നതിനെ തുടർന്ന് ഉടലെടുത്ത പ്രതിഷേധങ്ങളെയും ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളെയും മേജർ രവി ശക്തമായി വിമർശിച്ചു. കേസിന്റെ വിധി വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ തനിക്ക് ചിരിയാണ് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടുവെന്നാണ് ചോദിക്കുന്നത്. അതെന്താ, ദിലീപിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങളെല്ലാം കൂടി ഈ കേസ് ഉണ്ടാക്കിയത്? അങ്ങനല്ലേ പറയുന്നത് ഇപ്പോഴെന്നും അദ്ദേഹം ചോദിച്ചു. ഭാഗ്യലക്ഷ്മിയുടെ നിലപാടുകൾക്കെതിരെയാണ് മേജർ രവി ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. ദിലീപ് വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി സ്വീകരിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് കാണുമ്പോൾ തനിക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. ആ സ്ത്രീക്കുള്ളത് ഡബിൾ സ്റ്റാൻഡ് ആണ്. അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഡബിൾ സ്റ്റാൻഡ് ഉള്ളതാണ്. ഒരു സ്ഥലത്ത് അവർ പറയും, ഞാൻ എന്റെ കുട്ടിയെ എടാ എന്ന് പോലും വിളിക്കാറില്ലെന്ന്. എന്നിട്ട് ആ സ്ത്രീയുടെ പ്രവൃത്തി നമ്മൾ കണ്ടതല്ലേ. ഒരാളെ പോയി എന്തെല്ലാം തെറികളാണ് അവർ വിളിച്ചത്. ഡബിൾ സ്റ്റാൻഡ് പാടില്ല, മേജർ രവി കൂട്ടിച്ചേർത്തു. ഇത്തരം നെഗറ്റീവായ ഡബിൾ സ്റ്റാൻഡ് ഉള്ളവരെ കാണുമ്പോൾ തനിക്ക് പുച്ഛം തോന്നുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേജർ രവിയുടെ അഭിപ്രായത്തിൽ കോടതിയുടെ വിധി എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ എന്താണ് കേൾക്കേണ്ടത്? ദിലീപ് കുറ്റക്കാരനാണെന്ന് കേട്ടുകഴിഞ്ഞാൽ സമാധാനമാകുമോ? അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത് അങ്ങനെയാണ്. കേസിൽ പ്രതികളായിരുന്നവരിൽ ഒരാളെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. അതിന് ഞാൻ പറയുന്നു, യെസ്, ഗോഡ് ബ്ലെസ് യു. ദിലീപ് കുറ്റവിമുക്തനായതിൽ ഞാൻ അഭിനന്ദനം അറിയിച്ചു കഴിഞ്ഞാൽ, അതിനെ പ്രതി എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഐ എം റിയലി സോറി. ഒരു വിഭാഗത്തിന് ദിലീപ് അകത്താകണമെന്ന തോന്നലുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മേജർ രവി ഊന്നി പറയുന്ന മറ്റൊരു കാര്യം, ദിലീപ് ഇത്രയും കാലം കോടതി നടപടികൾ അനുസരിച്ചുവെന്നതാണ്. ഇപ്പോൾ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. ഞാൻ അതിൽ ഹാപ്പിയാണ്, അദ്ദേഹം പറയുകയുമുണ്ടായി. അല്ലാതെ കുറ്റക്കാരനാക്കണമെന്നൊക്കെ പറഞ്ഞാലോ, അവിടെയും ഇവിടെയും ഇരുന്ന് രാജിവെക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തരം നെഗറ്റീവായ ഡബിൾ സ്റ്റാൻഡ് ഉള്ളവരെ കാണുമ്പോൾ പുച്ഛമാണ്. കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റ് 6 പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും മേജർ രവി ചൂണ്ടിക്കാട്ടി. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ 6 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയതുപോലെ തോന്നി. 6 പേർക്ക് കോടതി കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാരനാണെങ്കിൽ ഇതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണം. ഈ 6 പ്രതികൾക്ക് ശിക്ഷ കിട്ടിയതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ദിലീപ് അകത്താകണമെന്നുള്ള ചിന്ത മാത്രമാണ്. കോടതി കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച ഒരു വ്യക്തിയെ എന്തിനാണ് പിന്നാലെ പോയി വേട്ടയാടുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും മേജർ രവി പറയുന്നുണ്ട്. കുറ്റക്കാരനല്ലെന്ന് ദിലീപ് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ മനുഷ്യന്റെ പിറകെ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ദിലീപ് ഇതിനോടകം 85 ദിവസം ജയിലിൽ കിടന്നയാളാണ് എന്ന വസ്തുതയും ഇദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ആ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി രണ്ടാമതും അപ്പീൽ പോകാമല്ലോ. എന്നിട്ട് വീണ്ടും തെളിയിക്കൂ ദിലീപ് കുറ്റക്കാരനാണെന്ന്. ആ സമയത്ത് ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയാം. ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ദിലീപിനെ കുറിച്ച് സംസാരിക്കരുത്. മേജർ രവി സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് താൻ ഇരയായ നടിയോടൊപ്പം നിന്ന വ്യക്തിയാണെന്നും വ്യക്തമാക്കി. സംഭവം നടന്ന പിറ്റേ ദിവസം ഇരയായ പെൺകുട്ടിയെ പോയി കണ്ടയാളാണ് ഞാൻ. അവരുടെ കൂടെ നിന്ന വ്യക്തിയാണ്. ആ സമയത്ത് ദിലീപിന്റെ പേരൊന്നും വന്നിട്ടില്ല. ആരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നും അറിയില്ല. പിന്നീട് കുറ്റക്കാരെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നപ്പോൾ അവർക്ക് എതിരായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കി കുറ്റവിമുക്തനായ ഒരു വ്യക്തിയെ തുടർന്നും വേട്ടയാടുന്നത് ശരിയായ നടപടിയല്ലെന്നും നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കണമെന്നും മേജർ രവി തന്റെ പ്രതികരണത്തിലൂടെ അടിവരയിട്ട് പറയുന്നുണ്ട്. ദിലീപ് കുറ്റവിമുക്തനായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ടു പോകാൻ ആശംസകൾ അറിയിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസ് വിധിയോട് അനുബന്ധിച്ച് ചലച്ചിത്ര ലോകത്ത് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിപ്പോരും കൂടുതൽ രൂക്ഷമാവുകയാണ്. ദിലീപിന് അനുകൂലമായ കോടതി വിധിയെ ഒരു വിഭാഗം സ്വാഗതം ചെയ്യുമ്പോൾ ഇരയായ നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ വിധിയോട് അസംതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരുടെ നിലപാടുകളെ മേജർ രവി നിശിതമായി വിമർശിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദിലീപ് വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി സ്വീകരിക്കുന്നത് ഡബിൾ സ്റ്റാൻഡ് ആണ് എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായവും മറ്റ് പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞുപോയെന്ന നിലപാടും ഈ വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്.